ഈ പ്രചരണത്തിന് UDFിന്റെ അനൗൺസ്മെന്റിൽ ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ ഇന്നലെ VK സനോജ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാനെതിരെ യുദ്ധവിരുദ്ധ നിലപാട് സ്വീകരിച്ച് ശബരിമലകളെ സ്ത്രീകളെ കേട്ടാൽ നിലപാട് സ്വീകരിച്ച ആളെന്നൊക്കെ പറഞ്ഞിട്ട് മുദ്രാവാക്യ അനൗൺസ്മെന്റ് പോകുന്നു പറയുന്നു. അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, അതെന്റെ ശ്രദ്ധയിൽ ചിലർ പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ ചാരൻ എന്നാണ് പോലും പറയുന്നത്. രാജ്യദ്രോഹിയായ പാകിസ്ഥാൻ ചാരൻ എന്നാണ് പറയുന്നത്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ പരസ്പരമുള്ളൊരു ജനാധിപത്യ മര്യാദയൊക്കെ അനുസരിച്ച് അത്തരത്തിലുള്ള പ്രയോഗങ്ങളും വ്യക്തിഹത്യാ രീതികളും ഒക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. അപ്പോഴാണ് ജനാധിപത്യം ഒന്ന് ശക്തിപ്പെടുക. അവരെന്ത് പറഞ്ഞാലും നമ്മളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ഇപ്പോൾ ആരെങ്കിലും നമ്മളെ ചാരൻ വിളിച്ചാൽ നമ്മൾ ചാരനാകും. പക്ഷെ അതൊരു മര്യാദയുടെ പ്രശ്നമാണ്, ഒരു ജനാധിപത്യ മര്യാദയുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമ്മുടെ എതിരാളികൾക്ക് മാറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത്രമാത്രം അവർ അസ്വസ്ഥരാണ്, വല്ലാതെ അവർ ഭയപ്പെടുന്നുവെന്നാണ്. എനിക്കവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ജനങ്ങൾ കാര്യങ്ങളെല്ലാം ശരിയായി മനസ്സിലാക്കാൻ കെൽപ്പുള്ളവരാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ. തീരുമാനിക്കും, അവർ വിധി എഴുതും. നിങ്ങൾ ഇങ്ങനെ പേടിക്കാൻ, ഈ പറയുന്ന ചാരനായിട്ടായാലും എന്തായിട്ട് മുദ്ര കുത്തിയാലും അനൗൺസ്മെന്റിലൂടെ പറഞ്ഞാലും ഒരു കാര്യം നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും, UDF സ്ഥാനാർത്ഥിക്കെതിരെ അത്തരത്തിലുള്ള ഒരു പരാമർശവും ഞങ്ങളുടെ അനൗൺസ്മെന്റ് വാഹനങ്ങളിൽ നിന്നോ ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്നവരുടെ പ്രസംഗങ്ങളിൽ നിന്നോ ഉണ്ടാവില്ല. ആ കാര്യം എനിക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയും. അവർക്ക് അവരാഗ്രഹിക്കുന്ന വിധത്തിൽ എന്തും തുടരാവുന്നതാണ്. അവരുടെ അനൗൺസ്മെന്റ് ഏതെങ്കിലും തരത്തിൽ ഒരു മര്യാദയും നീതിയും ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിക്കുമ്പോൾ മാത്രമല്ലേ പ്രശ്നമുള്ളൂ. അത്തരത്തിലുള്ള പ്രതീക്ഷ ആദ്യം തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്കതൊരു തമാശയായിട്ടെടുത്ത് തള്ളിക്കളയാവുന്നതാണ് എന്നെനിക്ക് തോന്നുന്നു.